കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും ഭൂപ്രകൃതി കൊണ്ട്, വനവിസ്തൃതി കൊണ്ട് ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല. പക്ഷേ ആഭ്യന്തര മൊത്ത വരുമാനം നോക്കുമ്പോൾ ജില്ലകളിൽ ഏറ്റവും പാവപ്പെട്ട ജില്ലയാണ് വയനാട് ജില്ല. അപ്പോൾ അങ്ങനെ ഒരു ജില്ലയെ എന്തുകൊണ്ടാണ് കേന്ദ്രം ഇത്ര അപലപനീയമായ രീതിയിൽ കൈയൊഴിയുന്നത് എന്നാരും ചോദിച്ചു പോകും. കാരണം നമുക്കറിയാം, ജൂലൈ 30-ന് എന്താണ് വയനാട് ജില്ലയിൽ സംഭവിച്ചത്. തെക്കേ വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല എന്നീ 2 ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒലിച്ചു പോവുകയായിരുന്നു. അത് കണ്ട് കണ്ണീര് പൊഴിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവുകയില്ല. അത്ര ഹൃദയഭേദകമായ കാഴ്ചകളാണ് നാം കണ്ടത്. അവിടെ വന്ന് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊപ്പം നടന്നു, അവരുടെ ദുഃഖങ്ങൾ കേട്ടു. അങ്ങനെ നമുക്ക് വലിയ പ്രത്യാശ തന്നു അദ്ദേഹം. വലിയ തരത്തിൽ സഹായമുണ്ടാകും എന്ന ഉറപ്പ് ഓരോരുത്തർക്കും തോന്നത്തക്ക രീതിയിൽ അവരിൽ പ്രതീക്ഷയുടെ നാമ്പ് ജനിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്രയും നാളായി, ജൂലൈ കഴിഞ്ഞു, മാസം എത്ര കഴിഞ്ഞു എന്ന് നമുക്കറിയാം. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും പറയുകയാണ്, ഇപ്പോഴും തർക്കത്തിലാണ്. കേരളത്തിന് പ്രത്യേകമായ സഹായം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെയും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ തന്നെ പത്രക്കാരോട് ഞാൻ വളരെ ആദരവോടെ കണ്ടിരുന്ന ഒരു BJP നേതാവ്, ഞാൻ അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയുന്നില്ല, കേട്ട നിങ്ങളും ഒരുപക്ഷെ അത് ഓർമ്മിക്കുമായിരിക്കും. അവിടെ 2 വാർഡുകളല്ലേ ഉരുൾപൊട്ടലിൽ പെട്ടത്, അതിനിപ്പോൾ ഇത്ര ദേശീയ ദുരന്തമായി കണക്കാക്കാൻ എന്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം മുത്തുപൊഴിച്ചത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഈ മനുഷ്യനിലെ സംഘി ഇപ്പോഴാണല്ലോ സടകുടഞ്ഞെഴുന്നേറ്റത് എന്നാണ് എനിക്ക് തോന്നിയത്. സംഘികൾ അങ്ങനെ പറയുന്നതിൽ നമുക്ക് അത്ഭുതം വിചാരിക്കാനില്ല. കാരണം സംഘികൾ എന്ത് ചെയ്തു എന്ന് നമുക്കറിയാം. അതായത്, ഒന്നാമത്തെ കാര്യം, സംഘികൾ ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിന്ന് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ലഭിക്കരുത് എന്ന രീതിയിൽ പെരുമാറിയിരുന്നവരാണ്. 1. 2, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം 168 ദിവസം കഴിയുമ്പോഴേക്ക് അവർ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്നു. അതും ഒരു സംഘിയായിരുന്നു. ആ സംഘികളിൽപ്പെട്ട ചിലരാണ് രാഷ്ട്രപിതാവിനെ കൊന്നവൻ രാഷ്ട്രപിതാവിനേക്കാൾ വലിയ രാഷ്ട്രപിതാവാണ് എന്ന് വ്യാഖ്യാനിച്ച് നടക്കുന്നവരാണ് സംഘികൾ എന്ന് ഉള്ളത്. അതുവരെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇതൊക്കെ സത്യത്തിൽ ശരിയാണ് എന്നെനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് തോന്നുക, ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം നമ്മുടെ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വന്നത് എന്നെനിക്ക് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ്, വയനാട്ടിലേക്ക് തന്നെ നമുക്ക് പോകാം. വയനാടിൻ്റെ ആ വ്യഥ ഇതുവരെ മാറിയിട്ടില്ല. ആ ദുഃഖം അത് എങ്ങനെ തുടച്ചു മാറ്റാമെന്ന് ഓരോ മലയാളിയും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മലയാളിയുടെയും ഹൃദയത്തെ ഇപ്പോഴും വ്രണപ്പെടുത്തുന്ന കാഴ്ചകളാണ് അന്നുണ്ടായിരുന്നത്, ഇപ്പോഴും നാം കാണുന്നത്. അതായത്, നാം വളരെ കഷ്ടപ്പെട്ട് ജീവിതകാലം കൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ വീട്, മറ്റ് സൗകര്യങ്ങൾ എല്ലാം ഒരു രാത്രി കൊണ്ട് ഒലിച്ചു പോവുക, ഒന്നുമല്ലാതായി തീരുക. ജീവിതത്തിലെ വേണ്ടപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട, ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരുന്നവരെല്ലാവരും ആ ഒലിച്ച വെള്ളത്തിൽ പോവുക. അവരുടെ ഡെഡ് ബോഡി കണ്ടു കിട്ടിയതുണ്ട്, കിട്ടാത്തതുണ്ട്, ഛിന്ന ഭിന്നമായി പോയി. അത് അങ്ങനെ തന്നെ തിരിച്ചു കിട്ടിയവരുണ്ട്, അങ്ങനെ പോലും കിട്ടാത്തതുണ്ട്. അത്ര വലിയ ഒരു ദുരന്തഭൂവിനെ പറ്റിയാണ് അദ്ദേഹം ഈ BJP നേതാവ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ അത്ര കർക്കശമായ രീതിയിൽ ഒരു സംഘി എന്ന് തന്നെ വിളിക്കാൻ എനിക്ക് തോന്നിയത്. അപ്പം അങ്ങനെ ആ ചൂരൽമലയിൽ നിന്ന് രക്ഷപ്പെട്ടവരെയും അതുപോലെ മുണ്ടക്കൈയിൽ നിന്ന് രക്ഷപ്പെട്ടവരെയും ഒക്കെ ചൂരലല്ല, അതിനേക്കാൾ വലിയ നീറ്റുന്ന ആയുധം കൊണ്ടാണ് ഇപ്പോഴും ഓരോരുത്തരും അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തരത്തിൽ അവരുടെ ബാങ്ക് വായ്പകൾ, അത് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്, അത് എഴുതി തള്ളണമെന്ന്. ആ ബാങ്ക് വായ്പകൾ എഴുതി തള്ളാനുള്ള എത്രയെത്ര നിർദ്ദേശങ്ങൾ വന്നു, എത്രയെത്ര ചർച്ചകൾ നടന്നു, അത് ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനെ ആകെപ്പാടെ എല്ലാം നഷ്ടപ്പെട്ട അവരെ ഓരോ ദിവസവും എത്ര ഭീകരമായ രീതിയിൽ കുത്തി നൊമ്പരപ്പെടുത്താമോ അത്ര ഭീകരമായ രീതിയിൽ കുത്തി നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന
ആൾക്കാരാണ് ഇന്ത്യക്കാരെന്ന് പറയാൻ തന്നെ നമുക്ക് വിഷമം തോന്നും. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത്തരം നയപരിപാടികളിൽ നിന്ന് നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ ശരിക്ക് ജൂലൈ 30 അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഒന്നോടെ ഞാൻ ആവർത്തിക്കുകയാണ്, 400-ലധികം പേർ മരിച്ചു എന്ന് ഇപ്പോൾ കണക്കുണ്ട്. കണക്കില്ലാതെയും ആൾക്കാർ മരിച്ചിട്ടുണ്ടാകും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരുന്നവർ, ടൂറിസ്റ്റുകളായിട്ട് വന്നിരുന്നവർ, അവരിൽ നിന്നൊക്കെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത കണക്കുകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ചില ആദിവാസികളെയൊക്കെ അവരുടെ ഗുഹാമുഖം പോലെയുള്ള അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. അങ്ങനെ രക്ഷപ്പെടുത്തപ്പെടാത്ത ആദിവാസികൾ തന്നെ എത്രയോ പേര് വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ടാകാം. അതൊന്നും നമുക്കറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട വനസമ്പത്ത്, അതും മറക്കാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ വിനാശം സംഭവിച്ച അത് ഒരു ദേശീയ ദുരന്തമായി കണക്കാക്കണം എന്നാവശ്യപ്പെട്ടിട്ട് അതിന് ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അപ്പം അത് തയ്യാറായിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇതുവരെ NDRFിലേക്ക്, നാഷണൽ ഡിസാസ്റ്റർ റിസർവ് ഫണ്ടിലേക്ക് ഒരു പൈസ പോലും നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. അതല്ലാതെ തന്നെ സംസ്ഥാന തലത്തിൽ കൊടുക്കേണ്ട ഫണ്ട് മാത്രമാണ് നമുക്കിതിനകം കിട്ടിയിരിക്കുന്നത്. അത് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ചൂരൽമല ഇഷ്യൂ ഉണ്ടാകുന്നതിനൊക്കെ മുൻപേ തന്നെ തന്ന ഫണ്ടാണ്. അതിനുശേഷം ഒരു ഫണ്ടും നമുക്ക് തന്നിട്ടില്ല. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഇത്ര ക്രൂരമായ രീതിയിൽ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നത്? എനിക്കതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വയനാട്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മഹാഭൂരിപക്ഷത്തോടെ ജയിച്ചു. പക്ഷേ വയനാട് അദ്ദേഹം റിസൈൻ ചെയ്ത് വയനാട്ടിലെ MP സ്ഥാനം രാജിവെച്ചാണ് വീണ്ടും UPയിൽ തന്നെ മത്സരിക്കാൻ അദ്ദേഹം പോകുന്നത്. അപ്പം ഈ രാഹുൽ ഗാന്ധിക്ക് ഇത്രയധികം മജോറിറ്റി കൊടുത്ത ഒരു ജനത, അതായത് BJP ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? കോൺഗ്രസിനെ ഇല്ലാതാക്കുക, ആ സ്ഥാനത്തേക്ക് സംഘികൾ വരിക. അതാണ് BJP ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. അപ്പം അതിന് പാരവയ്ക്കത്തക്ക രീതിയിൽ അതിനുള്ള ഒരു വലിയ വിഘ്നം സൃഷ്ടിക്കലായിരുന്നു രാഹുൽ ഗാന്ധിയെ വൻ ഭൂരിപക്ഷത്തോടെ വയനാട്ടിൽ നിന്ന് ജയിപ്പിച്ചത്. അപ്പോൾ അവർക്കൊരു പണി കൊടുക്കണ്ടേ? ഇതാണ് കേന്ദ്രത്തിൻ്റെ കയ്യിലുള്ള തുറുപ്പുചീട്ട്. ഇനി അതും കഴിഞ്ഞോട്ടോ, ഇപ്പം വീണ്ടും പ്രിയങ്ക അവിടെ മത്സരിക്കാൻ വന്നു. പ്രിയങ്കയെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ പ്രസംഗിച്ച LDFകാരും ഇതൊക്കെ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ BJPക്കാരെ എന്താണ് പറഞ്ഞത്? രാഹുൽ വന്നു, നിങ്ങളെ വലിച്ചെറിഞ്ഞു പോയി. അതുപോലെ തന്നെ പ്രിയങ്കയും നിങ്ങളെ വലിച്ചെറിഞ്ഞു പോകും. വധേരയായിരിക്കാം പിന്നെ അവസാനം ഇവിടുന്ന് MP ആയിട്ട് ഉണ്ടാവുക. ഈ തരത്തിൽ, അതായത് എന്ത് ചെയ്തു രാഹുൽ ഗാന്ധി 2 പ്രാവശ്യം MP ആയിട്ട് എന്ത് ചെയ്തു? ഇനി പ്രിയങ്കയും എന്ത് ചെയ്യാൻ പോകുന്നു? ഇവരാരും ഒന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ തന്നെ പറഞ്ഞല്ലോ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഏറ്റവും പ്രകൃതി മനോഹരമായ ജില്ലയാണ് വയനാട് കേരളത്തിൽ. പക്ഷേ ഏറ്റവും താഴ്ന്ന ആഭ്യന്തര വരുമാനമുള്ള ജില്ല കൂടിയാണ്. അതായത് ജില്ലാതല റവന്യൂ ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് വയനാട് ജില്ല. അപ്പോൾ ആരാ അതിന് ഉത്തരവാദി? 2 പ്രാവശ്യം MP ആയി, ഒരു പ്രാവശ്യം 5 വർഷം MP ആയിരുന്നു. അതിനുശേഷം ഇവിടെ ജയിച്ചപ്പോൾ തന്നെ അദ്ദേഹം റിസൈൻ ചെയ്ത് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ 5 വർഷം ഇവിടെ MP ആയിരുന്ന ഒരു രാഹുൽ ഗാന്ധിയാണോ വയനാടിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം? അതോ 1956 മുതൽ സംസ്ഥാനം ഫോം ചെയ്ത കാലം മുതൽ ടിൽ ഡേറ്റ് വരെ കേരളത്തെ മാറി മാറി ഭരിച്ച ഭരണകൂടങ്ങളാണോ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ ഭരണകൂടങ്ങളിൽ ആർക്കും, LDFന് ഒരു കാരണവശാലും, ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, എൻ്റെ കയ്യിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് ഒരു 2 ദിവസം മുൻപ്, അതായത് ഇലക്ഷൻ പ്രൊപ്പഗാൻഡ തീരുന്ന ആ ലാസ്റ്റ് ബട്ട് 1 ഡേയിൽ, തീരുന്ന ദിവസത്തിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ശ്രീ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ കൽപ്പറ്റയിൽ പ്രസംഗിച്ചു വയനാടിൻ്റെ വികസനത്തിന് വേണ്ടി. അപ്പോൾ അവിടെ ഒരുപാട്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ ഉള്ള, അതായത് വയനാടിൻ്റെ പോപ്പുലേഷൻ്റെ 42% ആദിവാസികളാണ്. അതൊക്കെ ഈ മഹാരഥന്മാർക്ക് അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ SC പോപ്പുലേഷൻ, ഷെഡ്യൂൾ കാസ്റ്റ് പോപ്പുലേഷനും അവിടെ നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ ഈ പറയപ്പെട്ട ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട് ഒക്കെ തന്നെ കഴിയുന്നവരാണ്, വീടില്ലാത്തവരാണ്, അതായത് പാർപ്പിടമില്ലാത്തവർ. 2013 UPA ഗവൺമെൻറ്റിൻ്റെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് ഭക്ഷ്യധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ ഒക്കെ ഇപ്പോൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ ആഹാരം കഴിച്ചാണ്, പട്ടിണിയിലല്ല,
ആഹാരം കഴിച്ചാണ് എല്ലാവരും പോകുന്നത്. അത് കഴിഞ്ഞാൽ പാർപ്പിടവും വസ്ത്രവും ഒക്കെ അവർ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അതുകൊണ്ടൊക്കെയാണ് ഈ 42% ട്രൈബൽ പോപ്പുലേഷൻ ആയതുകൊണ്ടും പിന്നെ ഉള്ളതൊക്കെ ജന്മിമാരുടെ കൈകളിലാണ്. വളരെയധികം ഭൂമി ജന്മിക്കെതിരായിട്ടുള്ള നിയമങ്ങളൊക്കെ വന്നു. പക്ഷെ അപ്പോഴും തോട്ടങ്ങളൊക്കെ ജന്മിക്ക് കൈവശം വയ്ക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വിടവുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് വയനാട് ഡിസ്ട്രിക്റ്റ്. അപ്പം അവർക്ക് ഈ ആദിവാസികൾക്ക് എല്ലായിടത്തും വീട് ഉണ്ടാക്കി കൊടുക്കുക, കറണ്ട് എത്തിച്ചു കൊടുക്കുക, ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിന് ഇതിനോടകം കഴിയുമായിരുന്നു. അതൊന്നും തന്നെ ചെയ്തിട്ടില്ല. ചിലയിടത്തൊക്കെ അതും ഇതൊക്കെ എത്തിയിട്ടുണ്ട്. ഒന്നും എത്തിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് UDF ഗവൺമെൻറ്റും LDF ഗവൺമെൻറ്റും മാറി മാറി ഭരിച്ച കാലങ്ങളിൽ ആര് ചെയ്തു കൂടുതലായിട്ട് എന്നുള്ളതൊക്കെ വിലയിരുത്തേണ്ടതാണ്. അപ്പം അത് ഇരിക്കട്ടെ. 7000 കോടി വയനാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുമെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഗവൺമെൻറ് ഇപ്പോൾ 3ാമത്തെ വർഷത്തിലേക്ക് ഭരണം കടക്കുമ്പോൾ എത്ര കോടി വയനാടിന് വേണ്ടി ചെലവഴിച്ചു എന്ന് ഞാൻ ചോദിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുന്നു. രാഹുൽ ഗാന്ധി 5 വർഷം കൊണ്ട് ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് പഴിക്കുന്നവർ, അദ്ദേഹം ആ കാലഘട്ടം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന പലതും ചെയ്തിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇങ്ങനെ പഴിക്കുന്ന ഇവർ ആരുടെ കുറ്റം കൊണ്ടാണ് വയനാട് കേരളത്തിലെ ഏറ്റവും മോശം ജില്ലയായി, ഏറ്റവും ഇൻകം കുറഞ്ഞ, ഏറ്റവും ദരിദ്രരുള്ള ജില്ലയായി മാറിയത് എന്ന് കണക്ക് കൂട്ടണം. അപ്പം ആ കണക്കും ഞാനിപ്പോൾ കൂട്ടി പറയാനായിട്ട് അല്ല വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ രാഹുൽ ഗാന്ധി കാരണം വയനാട് അങ്ങനെ ഇരിക്കണേ എന്ന് തോന്നും ഇവരുടെയൊക്കെ പ്രസംഗ പരമ്പരകൾ കേട്ടാൽ. അപ്പോൾ രണ്ട് കൂട്ടർക്കും, LDFനും അതുപോലെ തന്നെ BJPക്കും ഒറ്റ ആഗ്രഹമുള്ളൂ, രാഹുലിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരും വയനാട്ടിൽ ജയിക്കരുത്. പകരം ഇപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥിയോ BJP സ്ഥാനാർത്ഥിയോ ജയിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വയനാട്ടിലേക്കുള്ള ഈ NDRF, അതായത് ഈ ദുരന്ത നിവാരണ ഫണ്ട് അനുവദിച്ച് തന്നേക്കാം. ഇല്ലെങ്കിൽ പ്രിയങ്ക നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന പക്ഷം ഇനിയും ഈ 1 മാസം കഴിഞ്ഞാലും അവർ ഈ ഫണ്ട് നമുക്ക് തരും എന്ന് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്ര രാഹുൽ വിരോധം, അത്ര പ്രിയങ്ക വിരോധം, അത്ര കോൺഗ്രസ് വിരോധം, ഇത് കൃത്യമായി മനസ്സിലാക്കുകയാണ് വയനാട്ടിലെ ആൾക്കാരെങ്കിലും ആദ്യം വോട്ട് ചെയ്ത് എല്ലാവരും തന്നെ പ്രിയങ്കയ്ക്ക് തന്നെ വോട്ട് ചെയ്തതിന്, വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുകയും ചെയ്തതിന്. പക്ഷേ ഇവരൊക്കെ നടത്തിയ ഈ ദുഷ്പ്രചരണം കാരണം ഒരുപാട് പേര് വോട്ട് ചെയ്യാൻ വന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ. പക്ഷേ പ്രിയങ്കയുടെ മെജോറിറ്റി കുറയില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. അത് തന്നെ നമുക്കും വിശ്വസിക്കാം. എന്തുമാകട്ടെ, നമുക്കിവിടെ ഇപ്പം പ്രശ്നം നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വയനാടിനുള്ള NDRF ഫണ്ടിൻ്റെ കാര്യമാണ്. അപ്പം ആ ഫണ്ടിലേക്ക് എന്തുകൊണ്ടാണ് കേന്ദ്രം അവഗണന കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് കേന്ദ്രം അർഹിക്കുന്ന രീതിയിലുള്ള ഫണ്ട് തരാത്തത്? കാരണം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന് കണ്ട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ നടന്ന് അവരുടെ ദുരിതങ്ങളും അവരുടെ ആ നഷ്ടങ്ങളും എല്ലാം കണ്ടു മനസ്സിലാക്കിയതാണ്. ആ കണ്ടു മനസ്സിലാക്കിയതിന് ശേഷമാണ് മിനിസ്റ്റേഴ്സ് കമ്മിറ്റി വന്ന് അവരും ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി വിലയിരുത്തി പോയതാണ്. അങ്ങനെ ഇരിക്കെ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്രയധികം താമസം വരുന്നത്? അവസാനം കോടതിയിൽ പോകേണ്ടി വരുന്നു. എന്നിട്ടും ഇതുവരെയും നമുക്ക് ഫണ്ട് അനുവദിച്ച് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് കോടതിയിൽ പോകേണ്ടി വന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ വർഷം കേന്ദ്രം ഈ NDRF ഫണ്ടിലേക്ക്, അതായത് നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് ചെലവഴിച്ചത് 4043 കോടി രൂപയാണ്. ആ 4043 കോടി രൂപ ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത് എന്ന് നോക്കാം. ഹിമാചൽ പ്രദേശിന് 66.92 കോടി കൊടുക്കുന്നു. സിക്കിമിന് 221.122 കോടി കൊടുക്കുന്നു. തമിഴ്നാടിന് 276.10 കോടി കൊടുക്കുന്നു. ത്രിപുരയ്ക്ക് 25 കോടി. കർണാടകത്തിന് പ്രളയമല്ല സംഭവിച്ചത്, കടുത്ത വരൾച്ചയായിരുന്നു ഈ വർഷം കർണാടകം അനുഭവിച്ചത്. അപ്പോൾ കർണാടകത്തിന് ലഭിച്ചത് 3454.22 കോടി. അങ്ങനെ ഈ പറയപ്പെട്ട സംസ്ഥാനങ്ങൾക്കൊക്കെയാണ് NDRFൽ നിന്ന് ഈ വർഷം ഫണ്ട് കൊടുത്തത്. NDRFൽ നിന്ന് കേരളത്തിന് ഒരു പൈസ പോലും, ഈ 2 ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒഴുകിപ്പോയ സംസ്ഥാനത്തിന്, പിന്നെയും ഉണ്ടായിരുന്നു അവിടെ ഒഴുകിപ്പോയ ഭാഗങ്ങൾ, പക്ഷെ 2 പൂർണ്ണ ഗ്രാമങ്ങൾ ഒഴുകിപ്പോയ സംസ്ഥാനത്തിന് ഈ NDRF ഫണ്ടിൽ നിന്ന് ഒരു പൈസ പോലും കിട്ടിയില്ല. ഈ സാഹചര്യത്തിലാണ് നമ്മൾ കോടതിയിൽ പോകേണ്ടി വന്നത്.
അപ്പം അങ്ങനെ കോടതിയിൽ പോകുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന കാര്യങ്ങൾ നിർവഹിക്കുന്ന കേന്ദ്രമന്ത്രി അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം കോടതിയിൽ തന്നെ പറഞ്ഞു. കോടതിയിൽ പറയുന്നതിന് മുൻപ് കേരളത്തോട് നേരിട്ട് പറഞ്ഞു. അതെന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. നിത്യാനന്ദ റായ് പറഞ്ഞത് എന്തായിരുന്നു? നോ അഡീഷണൽ ഫണ്ട് വിൽ ബി ഗിവൺ ടു കേരള. അപ്പൊ എന്താണ് നോ അഡീഷണൽ ഫണ്ട് വിൽ ബി ഗിവൺ ടു കേരള എന്ന് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? അദ്ദേഹത്തെ SDRF ഫണ്ട്, അതായത് ഫിനാൻസ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നതനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടുണ്ട്. അതാണ് SDRF ഫണ്ട് എന്ന് പറയുന്നത്. ആ കെയർ ഓഫിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ വർഷവും ഫണ്ട് കൊടുക്കും. അത് ഇവിടെ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ കേരളത്തിന് അനുവദിച്ചിരുന്നു ഫണ്ട്. എത്ര ഫണ്ട് അനുവദിച്ചു എന്ന് നമുക്ക് നോക്കാം. 2024-25 വർഷത്തേക്ക് കേരളത്തിന് കിട്ടിയ SDRF ഫണ്ട് 388 കോടി അത് വകയിരുത്തിയിട്ടുണ്ട്. ആ 388 കോടി, അതായത് ഇത് CAG റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. 388 കോടിയാണ് ആകെ കേരളത്തിന് SDRF ഫണ്ട്, അതായത് സംസ്ഥാന ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്. അത് ഫിനാൻസ് കമ്മീഷൻ വഴി കിട്ടുന്ന ഫണ്ടാണ്, നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് അല്ല. അതുമായിട്ട് ഒരു ബന്ധവും പുലബന്ധം പോലും ഇല്ല. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നതനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം, അങ്ങനെ കേരളത്തിന് ഈ വർഷം കിട്ടിയ വിഹിതമാണ് 388 കോടി. ഈ 388 കോടി അതായത് നമ്മുടെ ഖജനാവിലുണ്ട്. ആ ഫണ്ട് 291.2 കോടി കേന്ദ്രത്തിൻ്റെ വകയാണ്. കേന്ദ്രം SDRF ഫണ്ടിലേക്ക് നൽകിയതാണ് 291.2 കോടി. അപ്പം ഒരു ഫണ്ട് സംയുക്ത ഫണ്ടാണ് എങ്കിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം എപ്പോഴാണ് കൊടുക്കുക? സംസ്ഥാനത്തിൻ്റെ വിഹിതം ഇട്ടതിന് ശേഷം. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിഹിതമായിട്ട് ഇട്ടതിൽ എത്രയാണ്? 96.8 കോടി. ഇത്രയും സംസ്ഥാനത്തിൻ്റെയും 291.2 കോടി കേന്ദ്രത്തിൻ്റെയും കൂടി ചേരുമ്പോഴാണ് 388 കോടി നമുക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടായിട്ട് നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് CAG മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ CAG പറഞ്ഞ കണക്കനുസരിച്ചാണ് ഈ പറയപ്പെട്ട മിസ്റ്റർ റായ്, സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള മന്ത്രി, പറഞ്ഞത് കേരളത്തിന് ആ SDRF ഫണ്ട് 388 കോടി ഉള്ളത് കൊണ്ട് ഇനി ഫണ്ടിന് അർഹതയില്ലെന്ന്. അങ്ങനെ പറയുന്നത് കേട്ടിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ് കോടതിയെ സമീപിക്കുന്നത്, ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെ കോടതിയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ കോടതി പറയുന്നു, അതായത് എന്തിനൊക്കെയാണ് നമുക്ക് ഫണ്ട് വേണ്ടത്? പുനരധിവാസത്തിന് ഫണ്ട് വേണം, പുനർനിർമ്മാണത്തിന് ഫണ്ട് വേണം. അത് എവിടെയൊക്കെയാണ്? മുണ്ടക്കൈ, ചൂരൽമല, ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അധിവാസത്തിന്, അതുപോലെ പുനർനിർമ്മാണത്തിന്. അവർക്ക് ടൗൺഷിപ്പ് നിർമ്മിക്കണമെങ്കിൽ അതിന് വേണം. അങ്ങനെ അതാണ് പുനർനിർമ്മാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാത്തരം നിർമ്മാണങ്ങളും ഇതിനൊക്കെ വേണ്ടി ഫണ്ട് വേണം. അത് ഈ SDRFിൽ നിന്നല്ല എടുക്കേണ്ടത്, ശരിക്കും NDRFിൽ നിന്ന് കേന്ദ്രം തരണം. അങ്ങനെയാണ് വേണ്ടത്. അതിന് 1400 കോടിയെങ്കിലും നമുക്ക് വകയിരുത്തി കിട്ടേണ്ടതാണ്. അങ്ങനെ വകയിരുത്തി കിട്ടേണ്ട ഒരു സാഹചര്യത്തിലാണ് കൈമലർത്തിക്കൊണ്ട് കേന്ദ്രം ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ കോടതിയെ അപ്രോച്ച് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ഈ കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഈ പറയപ്പെട്ട നിത്യാനന്ദ റായ് അല്പം ഒന്ന് ചുരുണ്ടു അല്ലെങ്കിൽ ഒന്ന് മലക്കം മറിഞ്ഞു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. എങ്ങനെയാണ് അദ്ദേഹം മലക്കം മറിഞ്ഞു? തരില്ല എന്ന് പറഞ്ഞത് കോടതിയിൽ പറഞ്ഞില്ല. കോടതിയിൽ പറഞ്ഞത് ഇനിയും മന്ത്രിതല സമിതിയൊക്കെ പോയി മന്ത്രിതല സമിതിയും പ്രധാനമന്ത്രിയും ഒക്കെ നേരത്തെ വന്ന് പഠിച്ചു പോയതാണ്, തരാൻ ഒരു പ്രശ്നവും ഉള്ളതല്ല. എങ്കിലും അതിന് വേണ്ട കണ്ടീഷൻസ്, ഉപാധികളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നതാണ് എന്നാണ് കോടതിയിൽ പറഞ്ഞത്. അങ്ങനെ മൊഴിയേണ്ടി വന്ന സാഹചര്യം എപ്പോഴാണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ, ആ സുന്ദരേശൻ നിരത്തി വെച്ച വാദത്തിൽ തരില്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അതേസമയത്ത് ഈ പറയപ്പെട്ട നിത്യാനന്ദ റായ് നേരിട്ട് കേരളവുമായിട്ട് സംവദിച്ചപ്പോഴാണ് ഈ 388 കോടി നിങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ഫെർദർ തരില്ല, വേറെ ഫണ്ട് തരില്ല, NDRF ഫണ്ട് തരില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അക്കാര്യം മറച്ചു വെച്ചിട്ടാണ്. കാരണം കോടതിയിൽ ഈ വക കാര്യങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ അവതരിപ്പിക്കുന്നു. അങ്ങനെ അവതരിപ്പിച്ച സമയത്ത് കോടതി കേരളത്തിന് ഫേവറബിൾ ആയ രീതിയിലുള്ള
ഒരു ആറ്റിറ്റ്യൂഡാണ് കോടതി ശക്തമായ രീതിയിൽ നിരീക്ഷണങ്ങൾ നടത്തിയത്. അങ്ങനെ നിരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് നിത്യാനന്ദ റായ് ആദ്യം പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായ രീതിയിൽ വേണ്ടത്ര പഠനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അവർ ശരിയായ കണക്കുകൾ അവതരിപ്പിച്ചു കഴിയുമ്പോൾ കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കും എന്ന രീതിയിലുള്ള ഒരു ഇതെടുത്തത്. അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത്ര വ്രണിതമായ മനസ്സോടുകൂടി കഴിയുന്ന ഒരു ജനത നേരിൽ കണ്ടതാണ് പ്രധാനമന്ത്രി തന്നെ, അന്ന് അവരെ ചേർത്ത് പിടിച്ചതാണ്. ഉദാഹരണത്തിന് നമുക്ക് ഒരൊറ്റ വ്യക്തിയുടെ കാര്യം തന്നെ എടുക്കാം. പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്? അനിൽകുമാർ എന്ന് പറഞ്ഞ പ്രളയത്തിൽപ്പെട്ട് നട്ടെല്ല് തകർന്ന അനിൽകുമാറിനോട് പറഞ്ഞു, ഒട്ടും വിഷമിക്കേണ്ട, എല്ലാ സഹായവും. എങ്ങനെയാണ് പറയുന്നത്? അതായത് ഇതാ ഈ കാണുന്ന അനിൽകുമാർ മനോരമ ആർക്കൈവ്സിൽ നിന്നെടുത്ത് പത്രത്തിൽ ഇട്ട ഇതാണ്. ഇന്ന് നമ്മളൊക്കെ കണ്ടതാണ്. പ്രധാനമന്ത്രി വന്ന ദിവസം ആ സമയം മുഴുവനും, ഞാനൊരു വയനാട് ജില്ലക്കാരിയാണ്, നോർത്ത് വയനാട് ജില്ലക്കാരിയാണ്. അതുകൊണ്ട് ഞാൻ വയനാടിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഇവിടെ തിരുവനന്തപുരത്തെ എൻ്റെ വീട്ടിൽ അതെല്ലാം സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ടതാണ് ഈ പറയപ്പെട്ട വ്യക്തിയുടെ, നട്ടെല്ല് തകർന്ന വ്യക്തിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതും എല്ലാ സഹായങ്ങളും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഓർമ്മയുണ്ട്, ഒരു കൊച്ചു പെൺകുട്ടി, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു കൊച്ചു പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക, അങ്ങനെ പലരെയും. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയം എത്ര അലിവുള്ളതാണ്, എത്ര കരുണാമയനാണ് അദ്ദേഹം എന്ന് തോന്നിയതാണ്. അതുപോലെ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് സഹായപ്രവാഹം കേരളത്തിലേക്ക് ഉണ്ടാകുമെന്നും വിചാരിച്ചതാണ്. പക്ഷേ അവസാനം വന്നപ്പോൾ നാം ഈ തരത്തിൽ കേന്ദ്രത്തെ കുറ്റം പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് സംഖ്യകളുടെ യഥാർത്ഥ സ്വഭാവം ഇതാണോ എന്ന് ചോദിക്കത്തക്ക രീതിയിലേക്ക് നമ്മെ താഴ്ത്തിക്കളഞ്ഞു ഈ തരത്തിലുള്ള പ്രവർത്തികൾ. അതായത് ഓരോരുത്തരുടെ കർമ്മം കൊണ്ടാണ് അവരെ നാം വിലയിരുത്തുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കർമ്മം കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വിലയിരുത്തലിലും ഒരു താഴ്ത്തിക്കെട്ടൽ വേണ്ടി വരും. അങ്ങനെയാണ് ഇങ്ങനെ ഒരു താഴ്ന്ന വിലയിരുത്തൽ നടത്തേണ്ടി വന്നത്. അങ്ങനെ അല്ലാതിരിക്കട്ടെ, ഇന്ത്യയുടെ ഭരണകൂടമാണ്, ഇന്ത്യയിലെ എല്ലാവരെയും സമന്മാരായി കാണേണ്ട ഗവൺമെൻറ്റാണ്, എല്ലാ ജില്ലകളെയും ഒരുപോലെ കാണേണ്ട ജില്ലയാണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ ജില്ലയിൽ ഈ ദുരന്തം വരുത്തിവെച്ച, മഹാദുരന്തം വരുത്തിവെച്ച ദുഃഖങ്ങൾ തുടച്ചു മാറ്റുന്നതിന് കേരളത്തോടൊപ്പം കേന്ദ്രത്തിൻ്റെ കൈയും നീണ്ടുവരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.